ആഗോളതലത്തിൽ സാമ്പത്തിക അസ്ഥിരതകളും യുദ്ധപ്രതിസന്ധികളും ഒരേപോലെ ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. വികസിത രാജ്യങ്ങൾ പോലും പണപ്പെരുപ്പത്തിലും സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലും പതറുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായ ഒരു പാതയിലൂടെ മുന്നേറാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിലെ അപ്രതീക്ഷിതമായ ചലനങ്ങൾ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ കടുത്ത ജാഗ്രത അനിവാര്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഓർമ്മിപ്പിക്കുന്നു. മുംബൈയിൽ നടന്ന ഒരു പ്രമുഖ ചടങ്ങിൽ അവർ ഉയർത്തിയ മുന്നറിയിപ്പ് കേവലം ഒരു ഔദ്യോഗിക പ്രസ്താവന മാത്രമല്ല, മറിച്ച് വരും നാളുകളിൽ രാജ്യം പിന്തുടരേണ്ട സാമ്പത്തിക അച്ചടക്കത്തിന്റെ കൃത്യമായ ഒരു വഴികാട്ടിയാണ്. ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നീ 3 ഘടകങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന ധനമന്ത്രിയുടെ ആഹ്വാനം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവും സൈനികവുമായ അസ്ഥിരതകൾ ആഗോള വിപണിയെ വൻതോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ധനം അഥവാ ഫ്യൂവൽ, വളം അഥവാ ഫെർട്ടിലൈസർ, വിദേശ നാണ്യം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് എന്നീ 3 എഫുകളിൽ, അതായത് 3 എഫുകളിൽ രാജ്യം അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും സാധാരണക്കാരന്റെ നിത്യജീവിതത്തെയും നേരിട്ട് സ്വാധീനിക്കുന്ന 3 നെടുംതൂണുകളാണ് ഇവ. ഒരു വീടിന്റെ ബഡ്ജറ്റ് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് സംഭവിക്കുന്ന നേരിയ വ്യതിയാനം പോലും വലിയൊരു ചെയിൻ റിയാക്ഷൻ പോലെ മറ്റ് മേഖലകളെയും തകിടം മറിക്കാൻ പോകുന്നതാണ്. ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ ഈ 3 മേഖലകളെയും ഒരേ സമയം സമ്മർദ്ദത്തിലാക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ ഇന്ധനമാണ് ഊർജം. ഇന്ത്യ തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനെയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും യുദ്ധസമാനമായ സാഹചര്യങ്ങളും അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരാൻ കാരണമാകുന്നു. എണ്ണവില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ഗതാഗത ചെലവുകൾ വർദ്ധിക്കുകയും അത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് സാധാരണക്കാരെയും വിപണിയെയും സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ധനങ്ങളുടെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുന്നത് വഴി താൽക്കാലികമായി വിപണിയിലെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും അത് സർക്കാരിന്റെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്ന് ധനമന്ത്രി ആശങ്ക പ്രകടിപ്പിക്കുന്നു. വരും വർഷങ്ങളിൽ സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്ന വരുമാനത്തിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ കുറവാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഈ ഭീമമായ തുക രാജ്യത്തിന്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കോ സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കോ ഉപയോഗിക്കേണ്ടതായിരുന്നു. ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുക എന്നത് ധനമന്ത്രാലയത്തിന് മുന്നിലെ വലിയൊരു വെല്ലുവിളിയായി തുടരുകയാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നത് കൃത്യമായ സമയത്ത് ലഭിക്കുന്ന വളങ്ങളുടെ ലഭ്യതയാണ്. എന്നാൽ ഇന്ധനവില വർധനവും ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും രാസവളങ്ങളുടെയും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെയും വില അന്താരാഷ്ട്ര വിപണിയിൽ വൻതോതിൽ ഉയർത്തിയിട്ടുണ്ട്. കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ വളം ലഭ്യമാക്കിയില്ലെങ്കിൽ അത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനത്തെ ബാധിക്കുകയും ആത്യന്തികമായി ഭക്ഷ്യക്ഷാമത്തിലേക്കോ അല്ലെങ്കിൽ കടുത്ത ഭക്ഷ്യവിലക്കയറ്റത്തിലേക്കോ നയിക്കുകയും ചെയ്യും. ഇത് മറികടക്കാൻ സർക്കാർ വളം സബ്സിഡിക്കായി വൻ തുകയാണ് മാറ്റിവെക്കുന്നത്. ഇന്ധന പ്രതിസന്ധി പോലെ തന്നെ വളത്തിന്റെ കാര്യത്തിലും രാജ്യം വലിയ തോതിൽ സബ്സിഡി ബാധ്യതകൾ ചുമക്കേണ്ടി വരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വില എത്ര കൂടിയാലും അതിന്റെ ഭാരം കർഷകരിലേക്ക് എത്താതിരിക്കാൻ രാജ്യം ശ്രമിക്കുമ്പോൾ അത് ഖജനാവിനുമേൽ അധിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രധാന ഘടകമായി വളത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ധനമന്ത്രി ഓർമ്മിപ്പിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പ്രതീകമാണ് അതിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം. അന്താരാഷ്ട്ര വ്യാപാരങ്ങളെല്ലാം തന്നെ ഡോളറിലാണ് നടക്കുന്നത് എന്നതിനാൽ ഇറക്കുമതി ചിലവുകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്ന് വൻതോതിൽ പണം പുറത്തേക്കൊഴുകും. ഇന്ധനത്തിനും വളത്തിനും വേണ്ടി വലിയ തുക വിദേശ നാണ്യമായി നൽകുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ദുർബലപ്പെടുത്തും. ഈ സാഹചര്യത്തിലാണ് വിദേശ നാണ്യം സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രാജ്യങ്ങളോട് അഭ്യർത്ഥന നടത്തിയത്. അനാവശ്യമായ ഇറക്കുമതികൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഇതിനുള്ള ഏക മാർഗം. ഇന്ത്യക്കാർക്ക് പരമ്പരാഗതമായുള്ള സ്വർണത്തോടുള്ള അമിതമായ താൽപ്പര്യം വിദേശ നാണ്യ ചോർച്ചയ്ക്ക് ഒരു പ്രധാന കാരണമായി ധനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വൻതോതിൽ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ പണം വിദേശത്തേക്ക് ഒഴുകുകയും എന്നാൽ അത് ഉൽപ്പാദനപരമായ യാതൊരു മേഖലയ്ക്കും ഉപകരിക്കാതെ പോവുകയും ചെയ്യുന്നു. സ്വർണം പോലെയുള്ള അനാവശ്യ ആഡംബര ഇറക്കുമതികൾ നിയന്ത്രിക്കാൻ സാധിച്ചാൽ ആ പണം രാജ്യത്തിന്റെ വികസന ആവശ്യങ്ങൾക്കായി വിദേശ നാണ്യ ശേഖരത്തിൽ നിലനിർത്താൻ സാധിക്കും. ആഗോള സാമ്പത്തിക സമ്മർദ്ദങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇത്തരം തന്ത്രപരമായ പിന്മാറ്റങ്ങൾ അത്യന്താപേക്ഷിതമാണ്. രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തമായി നിലനിർത്താൻ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയുടെ ഉണർവ് അനിവാര്യമാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതും ഈ മേഖലയാണ്.
എന്നാൽ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കാനുള്ള കുടിശ്ശികകൾ കൃത്യസമയത്ത് ലഭിക്കാത്തത് ചെറുകിട വ്യവസായികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വളരെ ശക്തമായ ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിവിധ ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകാനുള്ള ഏകദേശം 8.1 ലക്ഷം കോടി രൂപയുടെ കുടിശ്ശികകൾ വെറും 45 ദിവസത്തിനകം തീർപ്പാക്കണമെന്ന് അവർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിപണിയിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്കാണിത്. ഈ ഭീമമായ തുക വിപണിയിലേക്ക് എത്തുന്നതോടെ ചെറുകിട വ്യവസായികൾക്ക് പുതിയ ഊർജ്ജം ലഭിക്കുകയും ഉൽപ്പാദനവും തൊഴിലവസരങ്ങളും വർദ്ധിക്കുകയും ചെയ്യും. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ചെറുകിട വ്യാപാരികൾക്ക് തങ്ങളുടെ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൃത്യസമയത്ത് ലഭിക്കുന്നത് വിപണിയിൽ വലിയൊരു ചലനാത്മകത സൃഷ്ടിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വെല്ലുവിളികളും പ്രതിസന്ധികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം തികച്ചും ശക്തമാണെന്ന് ധനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ പല പ്രമുഖ രാജ്യങ്ങളും സാമ്പത്തിക തകർച്ചയെ നേരിടുമ്പോഴും ഇന്ത്യ ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്തുന്നുണ്ട്. വിപണിയിൽ അനാവശ്യമായ ഭീതി പരത്തുന്ന പ്രവണതകളെ അവർ ശക്തമായി എതിർത്തു. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്, അല്ലാതെ പരിഭ്രാന്തരാകുകയല്ല. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള സാമ്പത്തിക നയങ്ങളും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും രാജ്യത്തെ സുരക്ഷിതമായി മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാണ്. ആഗോള പ്രതിസന്ധികൾ ഒരു വശത്ത് വെല്ലുവിളികൾ ഉയർത്തുമ്പോഴും അത് ആഭ്യന്തരമായി സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഒരവസരമായി മാറ്റാനാണ് രാജ്യം ശ്രമിക്കുന്നത്. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാൻ ഹരിത ഊർജ്ജത്തിലേക്കും എഥനോൾ പോലെയുള്ള ബദൽ മാർഗങ്ങളിലേക്കും രാജ്യം മാറുന്നത് ഇതിന് ഉദാഹരണമാണ്. വിദേശ ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ നമുക്ക് ആഗോള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ധനമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ വ്യക്തികളും വ്യവസായ സ്ഥാപനങ്ങളും ഒരുപോലെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ആഭ്യന്തര ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തോട് സഹകരിച്ചും ഓരോ പൗരനും ഈ സാമ്പത്തിക പ്രതിരോധത്തിൽ പങ്കാളികളാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുടർച്ചയായ ജാഗ്രതയിലൂടെയും ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളിലൂടെയും മാത്രമേ വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് തങ്ങളുടെ സാമ്പത്തിക കുതിപ്പ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.